ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. സീരിയസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസും കുറച്ച് തമാശയും ഒക്കെ കൂടെ ഉള്ളൊരു വിഷയമാണ്. കാരണം നമ്മൾ പല സ്കിറ്റുകളും പല വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. ഭാര്യമാർ വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ സന്തോഷം, നീ പൊക്കോ എന്നിട്ടൊരു ഡയലോഗും അത്രയും ദിവസം സമാധാനം കിട്ടുമല്ലോ. അതുപോലെ ഭാര്യമാരെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനായിട്ടുള്ള ഒരു ത്വര, അല്ലെങ്കിൽ ഭാര്യമാരെ എവിടേക്കെങ്കിലും ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ദുഃഖം കാണിച്ചിട്ട് പോയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം കാണിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ആയിട്ടുള്ള വീഡിയോസ്. അങ്ങനെ ഭാര്യ നമ്മളിൽ നിന്നിട്ട് മാറി നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കാണിക്കുന്ന ഭർത്താക്കന്മാർ ഹാപ്പിനെസ് കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെത്രത്തോളം യാഥാർത്ഥ്യങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. ഭാര്യ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഭർത്താവ് സന്തോഷിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ഒരു കെയറിങ്ങിൻ്റെ കൂടുതലാണോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യം ഭർത്താവ് കൂടുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ ഭാര്യമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മൾ ഒരിക്കലും ഭർത്താവായാലും മക്കളായാലും, ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയണത്, ഭർത്താവായാലും ശരി മക്കളായാലും ശരി, ഒരു പരിധിക്കപ്പുറം, ഒരു പരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ നമ്മൾ ക്യാമറ കൊണ്ടുപോവുക, മനസ്സുകൊണ്ടുള്ള ഇത് കൊണ്ടുപോവുക എന്നുള്ളത് അവരെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യിക്കും. ഇപ്പം നമ്മളെവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നീ എവിടെ പോയി, എപ്പോൾ വരും, എന്ത് ചെയ്യുന്നു, ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ആരെ കണ്ടു, എന്ത് കണ്ടു, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ. ഇതേ സെയിം മൂഡ് തന്നെ ആയിരിക്കും അവർക്കുണ്ടാവുക. അത് ഭാര്യമാരുടെ ഭാഗത്തു നിന്നൊരു കാര്യം. പിന്നെ എന്തിനും ഏതിനും എന്താ പറയുക, നമ്മൾ അവരിങ്ങനെ സ്ക്രൂട്ടനിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതൊക്കെ ഒരു വിഷമം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭാര്യമാർ കുറേയൊക്കെ അവരുടെ എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം എൻ്റെ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡ് പോകുമ്പോൾ എവിടെയായിരുന്നു എന്തായിരുന്നു പൈസയുടെ കാര്യങ്ങളായാലും ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊക്കെ ഇത് ഒരു 10 രൂപ ആയാൽ പോലും അത് എത്ര രൂപ ബാക്കിയുള്ളൂ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയധികം ഞാൻ ഇങ്ങനെ ക്ലോസ് ആയി കാര്യങ്ങൾ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്നോട് ഒരിക്കലും സ്നേഹമല്ല ഉണ്ടാവുക. എന്നെ കാണുമ്പോഴത്തേക്കും പേടിപ്പെടുത്തുന്നൊരു മുഖമായിരിക്കും ആളുടെ മനസ്സിലുണ്ടാവാന്ന് എനിക്ക് തോന്നി. അപ്പോൾ പേടിയല്ല വേണ്ടത്. ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്നേഹം, ഒരു ആർദ്രത, ഇതൊക്കെ കെട്ടിയവന്മാരുടെ മനസ്സിൽ തോന്നണം. മുഴുവനോടെ വിട്ടുകൊടുക്കാന്നല്ല, എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവരും നമുക്ക് സ്വാതന്ത്ര്യം തരും. അപ്പം അതാണ് ഇതിൻ്റെയൊക്കെ ബേസിക്ക്. സ്വാതന്ത്ര്യം ആരും തരേണ്ടതല്ല, പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്താനായിട്ട് അവരും വരില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്താൻ നമ്മൾ നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ശരിയാവും. പിന്നെ ഒരൊറ്റ കാര്യം, ഭർത്താക്കന്മാർ സംശയിക്കും, കള്ളു കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നുണ്ടോ, ഇതിനൊക്കെ പറ്റി സംശയങ്ങളുണ്ട് ഭാര്യമാർക്ക്. നമ്മുടെ ഭാഗം നമ്മൾ സ്ട്രോങ് ആക്കിയാൽ ഒരിക്കലും ആ ഒരു സംശയത്തിന് നമുക്ക് വരില്ല. അത് ഭർത്താക്കന്മാർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഭാഗം നിങ്ങൾ സ്ട്രോങ് ആക്കിയാൽ നിങ്ങൾക്കും ഭാര്യമാരെ സംശയിക്കേണ്ടി വരില്ല. ഞാൻ ഈ സ്ട്രോങ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ രീതിയിൽ, ഭാര്യയുടെ ചില ധർമ്മങ്ങൾ ഭാര്യ നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കുറച്ച് നല്ല ധർമ്മങ്ങൾ ഭർത്താവ് നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഇതാണ് ഇതിന് ചെയ്യാനുള്ള ഏക റെമഡി എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, പിന്നെ വേറൊരു വിഷയം കൂടി ഞാൻ പറയാം. ഒരിക്കലും ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരാൾ അവിടെ എന്ത് ചെയ്യുന്നു, എന്ത് കാണിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കൊരു വിശ്വാസമാണ് ഉള്ളത്. അതുപോലെ തന്നെ അവർക്കും അതെ, വീട്ടിലിരിക്കുന്ന ഭാര്യ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് എന്താ കാണിക്കണമെന്ന് അവർക്കും ഒരു ഉറപ്പില്ല, അവർക്കും ഒരു വിശ്വാസമാണുള്ളത്. അപ്പം നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മളും അവരുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നമ്മളും നിൽക്കുക. അവർ പുറത്തേക്ക് പോകുന്നവരും ഞാനും എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ അവർ നിൽക്കുക. പക്ഷേ ഇതൊക്കെ ഒരു 80% അല്ലെങ്കിൽ 50% നടക്കുന്ന കാര്യങ്ങളുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ഞാൻ അങ്ങനത്തെ ആളാണോ എന്നും. അങ്ങനെയല്ല. നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഒക്കെ വിട്ടുപോകും. ഇപ്പോൾ ഭർത്താവായാലും പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
മുഴുവനോടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. ആ ഒരു വിശ്വാസത്തിനെ മനസ്സിലിട്ടിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുക, അതേ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ ക്രോസ് വാച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. അവർ പോയ കാര്യം നടത്തി വന്നോളൂ. അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അകാരണമായിട്ട് ചിന്തിക്കാതിരിക്കുക, വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് കൊടുക്കാതിരിക്കുക. അറ്റാച്ച്മെൻറ്റ് കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 2 കൈ തൊഴുത് എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത്, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ 2 കൈ തൊഴുത് നിന്നാൽ നമുക്ക് വല്ല ജോലി ചെയ്യാൻ പറ്റും, ആ തൊഴുത് തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൊണ്ടും ഉണ്ടാവുക. അപ്പോൾ പോകുന്നവർ പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നോളൂ. വീട്ടിൽ വരുമ്പോൾ നമ്മൾ നല്ല സ്നേഹമായി സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ കൂടുതൽ ഭാര്യമാർ നാട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സന്തോഷങ്ങൾ ഭർത്താക്കന്മാർക്ക് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും എന്നെനിക്ക് ചെറുതായിട്ട് തോന്നുന്നു. നന്ദി, നമസ്കാരം.